ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ 24,032 എന്നുള്ള ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാഴ്ചവെച്ചതെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിലുള്ള അനിശ്ചിതത്വങ്ങളും അതുപോലെ എക്സ്പയറി ഡേ ഉണ്ടാക്കിയിട്ടുള്ള പ്രഷറും ഇതൊക്കെ കാരണം നിഫ്റ്റിക്ക് താഴോട്ടേക്ക് പോകേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 23,865 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 80 പോയിന്റുകളോളം ഇന്നലത്തെ ക്ലോസിംഗുമായിട്ടുള്ള ഒരു ഇടിവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ കണ്ടതാണ് 24,000 ലെവലിൽ ശക്തമായ കോൾ റേറ്റിംഗ് നടന്നതിനാൽ ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ ഒരു ഹൈലി വോളറ്റൈലായ എക്സ്പയറി ഡേയിൽ നിഫ്റ്റിക്ക് അതിൻ്റെ പ്രധാന സപ്പോർട്ട് ലെവലായിട്ടുള്ള 23,800 നിലനിർത്താൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും 24,000 അതുപോലെ 24,200 ലെവലുകൾ ശക്തമായ റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്ര മോശമായിരുന്നില്ല. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. 52% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിരുന്നു. ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 43% മാത്രമേ ഉള്ളൂ. കൂടാതെ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ശക്തമായ ബൈങ് ആണ് ഇന്ന് നടന്നത്. 1% കൂടുതലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഈ രണ്ട് ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ മിഡ് ക്യാപ്പിലും നിഫ്റ്റി നെക്സ്റ്റ് 50യിലും പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിഫ്റ്റി 50 മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് നിഫ്റ്റി 50യുടെ ആ ഒരു ഇൻഡെക്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പയറി ദിനത്തിൽ സാധാരണ കാണാറുള്ള ആ ഒരു പൊസിഷണൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മൊത്തത്തിൽ നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളത്. മൊത്തത്തിലുള്ള ബ്രോഡ് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇന്ന് സെക്ടറുകളിൽ നല്ല മുന്നേറ്റം നടന്നിട്ടുള്ളത് നിഫ്റ്റി റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഫാർമ, ഹെൽത്ത് കെയർ ഇന്ന് നല്ല മുന്നേറ്റം കാഴ്ചവെച്ചതായിട്ട് കാണാം. അതുപോലെ കെമിക്കൽ സ്റ്റോക്കുകളും ഓട്ടോ സ്റ്റോക്കുകളും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സുകളിലൊക്കെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മളിന്ന് കാണുന്നത്. എന്നത്തെയും പോലെ ശക്തമായ ഫോൾ നടന്നിട്ടുള്ളത് IT ഇൻഡെക്സിലാണ്. അതോടൊപ്പം തന്നെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മെറ്റലും നെഗറ്റീവാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 3 ഇൻഡെക്സുകൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതാണ് നിഫ്റ്റിയെ കാര്യമായിട്ട് പുറകോട്ട് വലിച്ചത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് സ്റ്റോറി ഇപ്പോഴും വളരെ സ്ട്രോങ് ആണെന്ന് തന്നെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡാറ്റയാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ അഥവാ IIP ഡാറ്റ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത്. ഇപ്പോൾ മെയ് മാസത്തിൽ അത് 5.1% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ട് കാണാം. ഏപ്രിൽ മാസത്തിൽ അത് 4.9 ആയിരുന്നു. അപ്പോൾ അവിടെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കഴിഞ്ഞ മാസം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മാനുഫാക്ചറിങ് ഇൻഡെക്സ് അതിന് 76% വെയിറ്റേജ് ആണ് ഉള്ളത്. അവിടെ 5.5% വളർച്ച ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം അപേക്ഷിച്ചിട്ട് നേരിയ ഒരു കുറവാണത്. കാരണം കഴിഞ്ഞ മാസം 6.1% ഗ്രോത്ത് ആയിരുന്നു മാനുഫാക്ചറിങ് സെഗ്മെന്റ് രേഖപ്പെടുത്തിയത്. അപ്പോൾ മാനുഫാക്ചറിങ് സെഗ്മെന്റിലുള്ള 23 വ്യവസായ ഗ്രൂപ്പുകളിൽ 16 പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തിയിട്ട് കാണാം. എന്നാൽ ശക്തമായ ഗ്രോത്ത് നേടിയിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് സപ്ലൈ മേഖലയിലാണ്. ഇപ്പം കടുത്ത വേനലും ഉയർന്ന താപനിലയും കാരണം ഈ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകത വർദ്ധിച്ചത് ഈ മേഖലയിൽ 9.9% ഒരു ശക്തമായ ഒരു ഉൽപ്പാദന വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റിന്യൂവബിൾ എനർജിയിൽ മാത്രം 18% വളർച്ച നേടിയതായിട്ട് കാണാം. എന്നാൽ മൈനിങ് ആൻഡ് ക്വാറി മേഖലയിൽ ഒരു നെഗറ്റീവ് വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. 1.6% ഒരു കോൺട്രാക്ഷനാണ് അവിടെ കാണുന്നത്. എന്നാൽ വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഒരു മേഖലയിൽ 5.5% വളർച്ച നേടിയതായിട്ടും ഈ ഒരു ഡാറ്റയിൽ കാണാം. അപ്പോൾ ഈ മാനുഫാക്ചറിങ് മേഖലയിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മേഖല 20% വളർച്ച ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പാസഞ്ചർ കാറുകൾ, കമേഴ്ഷ്യൽ വെഹിക്കിളുകൾ എന്നിവയുടെ വിൽപ്പനയിലും 14% വളർച്ച ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബേസിക് മെറ്റൽസിൽ പ്രത്യേകിച്ച് സ്റ്റീൽ ഉൽപ്പാദനത്തിൽ 4.6% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യവസായങ്ങളിലുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് സൂചിപ്പിക്കുന്ന മെഷീനറികളുടെയും മറ്റുപകരണങ്ങളുടെയും ഉൽപ്പാദനത്തിൽ പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ 12.9% ഒരു ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫ്രിഡ്ജ്, AC പോലെയുള്ള ഇത്തരം ഗുഡ്സിൻ്റെ ഉൽപ്പാദനത്തിൽ 7.2% വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേഖലയിൽ 5.9% വളർച്ചയും അതുപോലെ FMCG ഉൽപ്പന്നങ്ങളിൽ 3.6% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റോറി വലിയ തിരിച്ചടികളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡാറ്റയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെയധികം വിപ്ലവകരവുമായിട്ടുള്ള ഒരു പോളിസി ഡൽഹി അസംബ്ലി ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായിട്ട് നമുക്ക് കാണാം. ഡൽഹിയുടെ EV പോളിസി ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മേഖലയിൽ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഒരു നീക്കങ്ങളിലൊന്നാണ്. അപ്പോൾ അടുത്ത 4 വർഷത്തേക്ക് 15,000 കോടി രൂപയുടെ ഒരു വൻ നിക്ഷേപത്തോടെയാണ് ഈ ഒരു നയം നടപ്പിലാക്കുന്നത്.
ഇപ്പോൾ 2030 മാർച്ച് ആകുമ്പോഴത്തേക്കും ഡൽഹിയെ പൂർണ്ണമായിട്ടും മലിനീകരണമുക്തമാക്കുക എന്നതാണ് ഈ ഒരു പോളിസിയുടെ ലക്ഷ്യം. അപ്പോൾ ഈ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ഏപ്രിൽ 1 മുതൽ ഡൽഹിയിൽ പുതിയ പെട്രോൾ CNG സ്കൂട്ടറുകളും ബൈക്കുകളും ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ 2027 ജനുവരി 1 മുതൽ പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ 30 ലക്ഷം രൂപയോ അതിൽ താഴെയോ ഉള്ള ഇലക്ട്രിക് കാറുകൾക്ക് 100% റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കിയതായിട്ടും നമുക്ക് കാണാം. എന്നാൽ അവിടെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഈ ഒരു ഇളവ് ലഭിക്കുകയില്ല. അപ്പോൾ ഇവിടെ സബ്സിഡിയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യ വർഷം 2 വീലറുകൾക്ക് 30,000 രൂപയും 3 വീലറുകൾക്ക് 50,000 രൂപയും ലൈറ്റ് കമേഴ്ഷ്യൽ ട്രക്കുകൾക്ക് 1 ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കും. അതുപോലെ പഴയ കാറുകൾ സ്ക്രാപ്പ് ചെയ്ത് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ വരെ സ്ക്രാപ്പേജ് ബോണസും ലഭിക്കും. ഇതുപോലെ തന്നെ ഡൽഹിയിലുടനീളം 32,000-ലധികം EV ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 8,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ബസ്സുകളും ഘട്ടം ഘട്ടമായിട്ട് ഇലക്ട്രിക് ആക്കണമെന്നും നേരത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പോളിസിയുടെ ഒരു പ്രത്യേകത, ഇതേപോലെ മലിനീകരണ പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഇത് കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലുള്ള EV വെഹിക്കിൾ നിർമ്മാതാക്കൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിഷ്യറിയായി മാറാൻ കഴിയും. ഇപ്പോൾ നമുക്കിവിടെ അത്തരത്തിൽ ഓല ഇലക്ട്രിക്, ആത്ര എനർജി, TVS മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ പോലെയുള്ള 2 വീലർ 3 വീലർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ 3 വീലർ മേഖലയിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഇത് വളരെയധികം പോസിറ്റീവായിരിക്കും. അതുപോലെ ഈ 30 ലക്ഷത്തിന് താഴെയുള്ള EV കാറുകൾക്ക് ടാക്സ് ഇളവ് പ്രഖ്യാപിച്ചതിനാൽ നെക്സോൺ, പഞ്ചീബി, ടിയാഗോ തുടങ്ങിയ ടാറ്റ മോട്ടോഴ്സ് വെഹിക്കിളുകൾക്കും ഇത് പോസിറ്റീവാണ്. അതുപോലെ EV ചാർജിങ് സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് ടാറ്റ പവർ, അതുപോലെ എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമര രാജ പോലെയുള്ള ബാറ്ററി സ്റ്റോക്കുകൾക്കും ഇത് വളരെയധികം പോസിറ്റീവാണ്. എന്നാൽ ഇവിടെ മാരുതി സുസുക്കിക്ക് ഇതിൻ്റെ വലിയ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം മാരുതി EV സെഗ്മെൻറ്റിൽ ഇനിയും ശക്തമായിട്ട് അവരുടെ കാലെടുത്ത് വെച്ചിട്ടില്ല. ഹൈബ്രിഡ് കാറുകൾക്കാണ് അവർ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്. എങ്കിലും ഫ്യൂച്ചറിൽ അവർ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയാൻ ഇത് അവർക്ക് ഒരുപക്ഷെ പ്രചോദനമായേക്കും. ഇനി നമ്മൾ ഇന്ന് ബാങ്കിങ് മേഖലയിലെ സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇന്ന് യെസ് ബാങ്കിൽ നല്ലൊരു ഇടിവ് കാണാൻ കഴിയും. അപ്പോൾ യെസ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ക്യാപിറ്റൽ സമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആശങ്കയാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണം. അവരുടെ ബോർഡ് യോഗം ഏകദേശം 16,000 കോടിയുടെ ഒരു വൻകിട ഫണ്ട് സമാഹരണ പദ്ധതിക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ 7,500 കോടി രൂപ QIP, FPO, റൈറ്റ് ഇഷ്യൂ തുടങ്ങിയ മാർഗങ്ങൾ വഴി ഫണ്ട് സമാഹരിക്കാനാണ് തീരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും യെസ് ബാങ്കിന്റെ ധാരാളം ഓഹരികൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ ആ ഒരു ഹോൾഡിങ് അതിന്റെ മൂല്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ഈക്വിറ്റി ഡയല്യൂഷൻ അവിടെ നടന്നേക്കാം. കാരണം ഉദാഹരണത്തിന് ഒരു OFSO അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് മാർക്കറ്റ് വിലയിൽ നിന്നും കുറഞ്ഞ ഓഫർ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ ആയിരിക്കും വരിക. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ട് നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ ഒരു സെൽ ഓഫ് നമ്മൾ ഈ യെസ് ബാങ്കിൽ കണ്ടത്. യെസ് ബാങ്ക് ഈ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് ഇക്വിറ്റിക്ക് പുറമെ 8,500 കോടി രൂപ ബോണ്ടുകൾ അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റികൾ വഴിയും പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന പലിശ നിരക്കിലുള്ള നിലവിലുള്ള ഒരു ഹൈയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സിനാരിയോയിൽ ഇത്രയും വലിയ തുക കടമെടുക്കുന്നത് ബാങ്കിന്റെ ഒരു ഭാവിയിലെ ഇൻട്രസ്റ്റ് ബേർഡൻ ഒരു പക്ഷേ വർദ്ധിച്ചേക്കാം. അപ്പോൾ ഇത് ബാങ്കിന്റെ പ്രോഫിറ്റ് മാർജിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് യെസ് ബാങ്കിൽ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷനിലായിട്ട് നല്ല മുന്നേറ്റം നടത്തി ഏകദേശം 35% ഒരു നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കാണ് യെസ് ബാങ്ക്. ഇതുപോലെ ബാങ്കിങ് മേഖലയിൽ ഒരു ലീഡർഷിപ്പ് ചേഞ്ചിൻ്റെ വാർത്ത നമ്മൾ കാണുന്നത് HDFC ബാങ്കിലാണ്. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇന്ത്യയുടെ മുൻ ധനകാര്യ സെക്രട്ടറിയുമായ രാജീവ് കുമാറിനെ HDFC ബാങ്കിന്റെ പുതിയ പാർട്ട് ടൈം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ബാങ്ക് ബോർഡ് നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ 4 വർഷത്തേക്ക് അഡീഷണൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ടും RBIയുടെ അന്തിമ അനുമതിക്ക് വിധേയമായിട്ട് 3 വർഷത്തേക്ക് പാർട്ട് ടൈം ചെയർമാനായിട്ടുമായിരിക്കും ഇദ്ദേഹം പ്രവർത്തിക്കുക. അപ്പോൾ ഈ മുൻ ചെയർമാൻ അദാനു ചക്രവർത്തി രാജിവെച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആ ഒരു ഒഴിവിലേക്കാണ് ഇപ്പോൾ പുതിയ ചെയർമാനെ ബാങ്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രാജീവ് കുമാർ ഈ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിലും അതുപോലെ NPA ക്ലീനപ്പും ബാങ്കിൻ്റെ പരിഷ്കാരങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ പരിചയ സമ്പത്ത് HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്ത് പകർന്ന ഒന്നായിരിക്കും. ഇതുകൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പദവി രാജിവെച്ച പുനീത് ശർമ്മ HDFC ബാങ്കിൻ്റെ പുതിയ CFO ആയിട്ട് ചുമതല ഏൽക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ നിലവിലുള്ള HDFCയുടെ CFO ആയിട്ടുള്ള ശ്രീനിവാസൻ വൈദ്യനാഥിൻ്റെ കാലാവധി കഴിയുന്നതോടെ പുനീത് ശർമ്മ ബാങ്കിൻ്റെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് സ്ഥാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ബാങ്കിങ്, ട്രഷറി, ഫൈനാൻഷ്യൽ മേഖലയിൽ ഏകദേശം 26 വർഷത്തെ പരിചയസമ്പത്തുള്ള വ്യക്തിയാണ് പുനീത് ശർമ്മ. ആക്സിസ് ബാങ്കിന് മുമ്പ് ടാറ്റ ക്യാപിറ്റൽ, സിറ്റി ബാങ്ക്, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് എന്നിവയിലും അദ്ദേഹം ഉയർന്ന പദവികൾ വഹിച്ചിട്ടുണ്ട്. പുനീത് ശർമ്മയ്ക്ക് പുറമെ JP മോർഗനിലും KKR ഇന്ത്യയിലും പ്രവർത്തിച്ച് പരിചയമുള്ള ജിഗാർ ഷായെ ബാങ്കിന്റെ പുതിയ ജനറൽ കൗൺസിൽ
ആയിട്ടും HDFC ബാങ്ക് നിയമിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസും സാമ്പത്തിക ഭദ്രതയും കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് വലിയ നേതൃത്വ മാറ്റത്തിനാണ് HDFC ബാങ്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.